എൻ്റെ ഉള്ളില് ഗുരുവായൂരപ്പൻ മഹാപ്രഭുവാണ്. വലിയ ഉണ്ണികൃഷ്ണനാണ്. ഒരിക്കലും ഞാൻ ഈ ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഞാനൊരു ക്യാമറയ്ക്ക് മുമ്പിൽ പറയുമ്പോൾ മാത്രമാണ് എനിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പറയാൻ സാധിക്കാറുള്ളൂ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എത്തുമ്പോൾ മഹാപ്രഭു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കാറുള്ളൂ. വലിയ ഭാവത്തിലാണ് എന്നും കണ്ടുതൊഴാൻ ഇഷ്ടവും എൻ്റെ മനസ്സിലുള്ള രൂപവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പന് ചെറിയ ഉണ്ണികൃഷ്ണനാവാൻ വലിയ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടായിരിക്കാം ഒട്ടും ശീലമില്ലാതിരുന്നിട്ടും ഞാൻ എപ്പോഴും എൻ്റെ വായിലൂടെ അല്ലെങ്കിൽ ലോകം അറിയുന്നത് ഉണ്ണികൃഷ്ണ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണ എന്ന് പറയുന്ന ഒരു സവിതയാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. പക്ഷെ എന്റെ മനസ്സിലുള്ള രൂപം എന്ന് പറയുന്നത് വലിയ മഹാപ്രഭുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം രക്ഷകനായിട്ടുള്ള ഭാവത്തിലുള്ള ഭഗവാനെയാണ്. ഏറ്റവും എനിക്ക് പ്രിയമേറിയ ഒരു ഭാവം എന്ന് പറയുന്നത് കംസവധത്തിന്റെ ആ ഒരു സന്ദർഭത്തില് കുവലയാപീഠം എന്ന് പറയുന്ന ഒരു ആനയെ വധിക്കുകയുണ്ടായി ഗുരുവായൂരപ്പൻ. അതിന്റെ ആ ഒരു സന്ദർഭത്തില് ആ ആനയുടെ കൊമ്പ് പിഴുതെടുത്ത് ആ കൊമ്പിനകത്തുള്ള മുത്തുകൾ കൊണ്ട് ഒരു മാല കോർത്ത് രാധാദേവിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുത്ത് കൂടെ വന്ന കൂട്ടുകാരനെ ഏൽപ്പിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണന്റെ ഭാവമുണ്ട്. ആ ഉണ്ണികൃഷ്ണന്റെ ഭാവം എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനാണ്. കാരണം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സന്ദർഭമാണ് കംസവധം. ആ ഒരു അവതാരത്തിന്റെ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിരുന്നു കംസവധം. അത്രയും സീരിയസ്നെസ് ഉള്ള ഒരു ഭാവത്തിൽ പോലും തന്റെ സഖിയായ രാധാദേവിയെ മറക്കാത്ത ഉണ്ണികൃഷ്ണനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത്രയും വലിയ ഭാവമാണ് എൻ്റെ ഉള്ളില്. ചെറിയ ഉണ്ണികൃഷ്ണനെ അല്ല പറയുമ്പോൾ, പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ണികൃഷ്ണനാണ് വരാറുള്ളത് എന്ന് മാത്രം.